രോഹിതേട്ടാ, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇങ്ങനെ ഫേസ്ബുക്കിലൂടെയൊക്കെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള രസകരമായ പോസ്റ്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാനിന്ന് രാവിലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണുകയാണ്. ഞാൻ വായിക്കാം. നാളെ വി ഡി സതീശൻ പറയുന്നത് എന്താകും? ഓപ്ഷൻ എ, ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ അപ്പം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നൊന്നും ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഓപ്ഷൻ ബി, ഞങ്ങളുടെ സ്ഥാനാർത്ഥി ലിസ്റ്റൊക്കെ എപ്പോഴേ റെഡിയാണ്, മെല്ലെ പ്രഖ്യാപിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാ. ഓപ്ഷൻ സി, സർക്കാർ സ്ഥാനാർത്ഥി ലിസ്റ്റ് തരുമെന്നാണ് വിചാരിച്ചിരുന്നത്, തന്നില്ല, ഇനി ഞങ്ങളായിട്ട് കണ്ടെത്തട്ടെ. ഓപ്ഷൻ ഡി, ഇന്നലെ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാനുള്ള ദിവസമാണ്, അപ്പോൾ തന്നെ റോഡ് ഷോ നടത്തിയതിനെതിരെ ഞങ്ങൾ കോടതിയിൽ പോകും. ഇതിന്റെ കമന്റ് സെക്ഷനിലുള്ള എല്ലാവരും ചൂസ് ചെയ്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. UDF ശരിക്കും സർക്കാർ സ്ഥാനാർത്ഥി നിർണയം നടത്തുമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തതാണെന്നാണ് കമന്റ് ബോക്സ് പറയുന്നത്. എന്ത് കാത്തിരിക്കുകയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനായി? ഇതിൽ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വി ഡി സതീശൻ അല്ല ഇതിന് മറുപടി പറയേണ്ടത്. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്. ഇന്നലത്തെ ഇലക്ഷൻ ഡിക്ലെയറോടുകൂടി പ്രതിപക്ഷ നേതാവും MLA-മാരും ഒക്കെ അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. ഇനി UDF നേതാക്കന്മാർ പറഞ്ഞു. അങ്ങനെയെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സണ്ണി ജോസഫാണ്, KPCC പ്രസിഡന്റാണ്. ഇത് നമുക്ക് മുസ്ലിം ലീഗിൻ്റെയൊക്കെ സീറ്റുകൾ, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ ഏകദേശം തയ്യാറായിരിക്കുന്നു. ഒപ്പം തന്നെ ഘടകകക്ഷികളുടെയൊക്കെ സ്ഥാനാർത്ഥിത്വം ഇങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള സീറ്റുകളിലാണ് തർക്കം നിൽക്കുന്നത്. 8 സീറ്റുകളിൽ ജോസഫിന് നൽകും എന്ന് പറയുമ്പോഴും ജോസഫ് ഗ്രൂപ്പ് പറയുന്നുണ്ട് ഞങ്ങൾ അതിൽ തൃപ്തരല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വി ഡി സതീശൻ എന്ന പേര് ഒഴിവാക്കി UDF നേതൃത്വത്തിനോട് ഈ 4 ഓപ്ഷൻസ് വെച്ചാൽ ഞാനും എടുക്കുക ആ മൂന്നാമത്തതാണ്. സർക്കാർ ഏതാണ്ട് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി കൊടുക്കും, അത് കിട്ടാത്തത് കൊണ്ട് ഇനി വീണ്ടും ഒരു ദിവസം കൂടി വൈകി അവർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. നോക്കൂ, ഏപ്രിൽ 9 ഇലക്ഷനാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നിടത്തുനിന്ന് 23-24 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോൾ UDF ഓൾറെഡി ഏകദേശം 24 മണിക്കൂർ വേസ്റ്റാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കും. ഇലക്ഷൻ കമ്മീഷൻ ഒരു ഡേറ്റ് പ്രഖ്യാപിക്കുന്നു. 10-ാം മിനിറ്റിൽ CPI പത്രസമ്മേളനം വിളിച്ച് അവരുടെ 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ ചൂടാറ് മുമ്പ് ഗോവിന്ദൻ മാഷ് വന്ന് CPM-ൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നു. അവർക്ക് എനിക്ക് തോന്നുന്നു പാലക്കാട് മാത്രമാണ് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനില്ലാത്തത്. ആ പാലക്കാട് സീറ്റിലേക്ക് ആര് വരുമെന്ന ചോദ്യം ബാക്കിയായി നിൽക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ ഒഴിച്ചിട്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം സെൻട്രലിൽ സിറ്റിംഗ് MP ആയിരിക്കുന്ന ആന്റണി രാജുവിൻ്റെ കേസിൽ ഇന്ന് വിധി വരാനിരിക്കുകയാണ്. ആന്റണി രാജുവിന് ആ കേസിൽ നിന്ന് ഊരാൻ സാധിക്കുമെന്ന ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ആന്റണി ജനാധിപത്യ കോൺഗ്രസിന് തന്നെ, ആന്റണി രാജുവിൻ്റെ പാർട്ടിക്ക് തന്നെ ആ സീറ്റ് കൊടുക്കാനാണ് ഇടതുപക്ഷം തീരുമാനിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. പ്രത്യേകിച്ച് പിണറായി വിജയനും സംഘവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇച്ചിരി നന്ദി കൂടിയ ടീമുകളാണ് എന്ന് പലപ്പോഴും തോന്നുന്നുണ്ട്. പീഡനാരോപണ പരാതി, ഗാർഹിക പീഡന പരാതി ഒക്കെ ഒഫീഷ്യലി വന്നില്ലെങ്കിൽ പോലും, ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് പോലും കേരള കോൺഗ്രസ് ബിക്ക് ആ ഒരു സീറ്റ്, ഈ ഒരു പരാതി വന്നില്ലെങ്കിൽ കേരള കോൺഗ്രസ് ബി 2 സീറ്റ് ആവശ്യപ്പെടാനൊക്കെ ഇരുന്നതാണ്. തിരുവനന്തപുരം സെൻട്രൽ വേണം, അവിടെ അവരുടെ പ്രിയങ്കരനായ ദേവി സ്കാൻസിൻ്റെ മുതലാളിയെ സ്ഥാനാർത്ഥിയാക്കാനൊക്കെ അവർ കണ്ടുവച്ചിരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കിട്ടിയതിൽ തൃപ്തിപ്പെടുക, അതെങ്ങനെയെങ്കിലും ഒന്ന് ജയിക്കാൻ പറ്റുമോ എന്ന് ആലോചിച്ചിരിക്കുക എന്ന ലക്ഷ്യം വെച്ച് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിലേ, കയ്യിൽ ഗോൾ പോസ്റ്റിൻ്റെ മുന്നിൽ ഇരിക്കുന്ന പന്ത്, ഗോളിയില്ല, ഗോളി ദുർബലനാണ്, അവിടെയൊക്കെ ഓടി വന്നൊന്ന് അടിച്ചങ്ങ് കയറ്റിയാൽ മതി. ആ അവസ്ഥയിലാണ് UDF-ൻ്റെ കയ്യിലിരിക്കുന്നത്. ഭരണമെന്ന പന്ത് UDF-ൻ്റെ ഗോൾ പോസ്റ്റിലുണ്ട്, LDF-ൻ്റെ ഗോൾ പോസ്റ്റിൽ ഇരിക്കുകയാണ്. LDF-ൻ്റെ ഗോൾ പോസ്റ്റിലേക്ക് UDF ഇത് അടിച്ച് ഗോളിയെ തകർത്താൽ, ഗോളിയായ പിണറായി വിജയനെ തകർത്താൽ ഭരണം UDF-ന് ലഭിക്കുന്നതാണ്. ഇവരെന്തിനാണ് ഈ തമ്മിൽ തല്ലി? ഇവർ കുറെ കാലം കൊണ്ട് പറയുന്നുണ്ടല്ലോ, ടീം UDF ഞങ്ങൾ സജ്ജരാണ്, ഞങ്ങളെല്ലാം സജ്ജരാണ്. അതെ, ഇപ്പൊ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരാഴ്ച മുൻപൊക്കെ നമ്മൾ സംസാരിക്കുമ്പോഴെല്ലാം പറയുന്നത് UDF-ന് എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥിയെ നിർത്താൻ 2-3 യോഗ്യരായ വ്യക്തികൾ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് തിരിച്ചടിച്ചുകൊണ്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. LDF-ന് നിർത്താൻ സ്ഥാനാർത്ഥികൾ പോലും ഇല്ല എന്ന് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളെ പോലും വായടപ്പിക്കുന്ന ഒരു രീതിയിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകാതിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പോൾ പലരും, ഇപ്പൊ ഞാൻ പറയുന്ന ഫേസ്ബുക്ക് എന്ന പ്ലാറ്റ്ഫോം വഴി പലരും രാഷ്ട്രീയം പറയുന്നുണ്ട്. അതിൽ നിഷ്പക്ഷരായ വ്യക്തികളെല്ലാം പറയുന്ന ഒരു കാര്യമാണ്, ഇടതുപക്ഷത്തിനെതിരെ ശക്തമായൊരു പ്രതിപക്ഷ നിരയെ ഉണ്ടാക്കാൻ, ഒരു ഓപ്പോസിഷൻ ഉണ്ടാക്കാൻ കോൺഗ്രസിന് ഇപ്പോഴും ആവുന്നില്ല എന്നുള്ളത്. ഇവിടുത്തെ ഒരു പ്രശ്നം, നമുക്കൊരു മണ്ഡലം എടുത്ത് സംസാരിച്ച് നോക്കാം. തിരുവനന്തപുരത്ത് അരുവിക്കര എന്ന് പറയുന്ന മണ്ഡലം.
അരുവിക്കര എനിക്കൊന്ന് മേഘയുടെ മണ്ഡലമാണ്. ജി കാർത്തികേയന്റെ സ്വന്തം മണ്ഡലമായ അരുവിക്കരയിൽ ജി കാർത്തികേയന്റെ മരണത്തിന് ശേഷം ശബരിനാഥൻ MLA വന്നു. പിന്നീട് ശബരിനാഥന്റെ പരാജയവും ഒക്കെ നമ്മൾ കണ്ടത്. ഈ സീറ്റ് ഇപ്പോൾ ശബരിനാഥനെ തന്നെ മത്സരിപ്പിക്കാനാണ് പാർട്ടി ഏകദേശ ധാരണയായിരിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെയെങ്കിൽ എന്തിനാണ് ഈ ശബരിനാഥനെ കൊണ്ടുപോയി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് കൗൺസിലർ സ്ഥാനത്തേക്കൊക്കെ മത്സരിപ്പിച്ചതെന്ന് ചോദ്യം ബാക്കിയാവും. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് കണ്ടെത്താനില്ലായിരുന്നുവെങ്കിൽ, ആ മണ്ഡലത്തിലുള്ള ജനപ്രിയനായ ഒരു സ്ഥാനാർത്ഥിയെ നിങ്ങൾക്ക് കണ്ടെത്താനില്ലായിരുന്നുവെങ്കിൽ, ശബരിനാഥനെ പോലെ ടാലന്റ് ഉള്ള, രാഷ്ട്രീയ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കുന്ന 4 ആൾ അറിയുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അയാളോട് ഒരു വർഷം മുമ്പ് പോട്ടെ, ഒരു 6 മാസം മുമ്പെങ്കിലും ആ മണ്ഡലം നോക്കി നിൽക്കൂ എന്ന് പറയാൻ എന്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ല? ആ സീറ്റ് ഘടകകക്ഷികളുടെ സീറ്റല്ലല്ലോ, കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കാൻ പോകുന്നത് എന്ന ഉത്തമ ബോധ്യം UDF ഉണ്ടായിരുന്നു. അങ്ങനെ അല്ലെങ്കിൽ പിന്നെ അവിടെ പുതിയൊരു സ്ഥാനാർത്ഥിയെ നിങ്ങൾ കൊണ്ടുവരണമായിരുന്നു. അത്തരത്തിലുള്ള എത്രയോ മണ്ഡലങ്ങളുണ്ട്. നോക്കൂ, ഇപ്പോൾ പത്തനാപുരം നിയമസഭാ മണ്ഡലം, ഞാൻ ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ സ്ക്രോളിലൂടെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇപ്പോഴും ബിഗ് TV എന്ന് പറയുന്ന ചാനൽ തൊടുപുഴയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജ്യോതികുമാർ ചാമക്കാലയുടെ ഫ്ലെക്സ് ബോർഡുകളെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഫ്ലെക്സ് ബോർഡുകൾ പത്തനാപുരത്ത് എത്തിക്കഴിഞ്ഞു. പത്തനാപുരത്തിന്റെ മുക്കിലും മൂലയിലും ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചു. സ്ഥാനാർത്ഥി ഔദ്യോഗികമായിട്ട് ഇന്ന് രാവിലെ മുതൽ അവിടെ പ്രവർത്തനങ്ങളും ആരംഭിച്ചു. അനൗദ്യോഗികമായി 5 വർഷമായി അദ്ദേഹം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ സീറ്റിൽ മറ്റൊരു ക്ലെയിമുകളൊക്കെ ഉണ്ടാകുമ്പോൾ പോലും ആ സീറ്റിൽ അർഹനായ ഒരാളെ മത്സരിപ്പിക്കുന്നെങ്കിൽ ഇത് നേരത്തെ കൂട്ടി ഇതങ്ങ് അനുവദിച്ചു കൊടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു ഘട്ടം അവസാനിപ്പിച്ചതിനായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇത് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പ് പ്രവർത്തനം ആരംഭിച്ചു എന്നൊക്കെ വാർത്ത വരുമ്പോഴും അത്തരം പ്രവർത്തിച്ചത് കൊണ്ടാണ് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ ഇത്തരം മണ്ഡലങ്ങളിൽ സാധ്യമാകുന്നത്. വട്ടിയൂർക്കാവിൽ K മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. വട്ടിയൂർക്കാവ് മുരളീധരന്റെ സ്വന്തം മണ്ഡലമാണ് അല്ലേ? വട്ടിയൂർക്കാവ് മുരളീധരന്റെ സ്വന്തം മണ്ഡലമാണ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ ഭരിക്കുന്ന വർഗീയ കക്ഷികളെ തുരത്താൻ വേണ്ടി അദ്ദേഹത്തെ വടകരയിൽ മത്സരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിന് വട്ടിയൂർക്കാവിൽ നിന്ന് രാജിവെച്ച് വടകരയിൽ പോയി മത്സരിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. വടകരയിൽ ജയിച്ചതിന് ശേഷം വട്ടിയൂർക്കാവിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ VK പ്രശാന്ത് എന്ന് പറയുന്ന തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷന്റെ മേയർ അവിടെ സ്ഥാനാർത്ഥിയാകുന്നതും ജയിക്കുന്നതും നമ്മൾ കണ്ടു. മുരളീധരൻ വീണ്ടും വട്ടിയൂർക്കാവിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആരോപണം എന്താണ്? അദ്ദേഹത്തെ പറ്റി പറയുന്നത് മണ്ഡലം കളഞ്ഞിട്ട് പോയ ആൾ. അങ്ങനെയെങ്കിൽ തിരിച്ചു ചോദിക്കട്ടെ, VK പ്രശാന്ത് അദ്ദേഹത്തിന്റെ ഡിവിഷൻ കളഞ്ഞിട്ട് ഒരു കോർപ്പറേഷൻ കളഞ്ഞിട്ടല്ലേ നിയമസഭയിലേക്ക് പോയത്? അപ്പോൾ അതിൽ ഒന്നും കഴമ്പില്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പാർട്ടി ആവശ്യപ്പെട്ടു, ജനം ആവശ്യപ്പെട്ടു, നാട് ആവശ്യപ്പെട്ടു. മുരളീധരൻ അത് ശിരസാ വഹിച്ചു. തിരിച്ച് അദ്ദേഹത്തിന്റെ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലേക്ക് മടങ്ങി വരുമ്പോൾ മുരളീധരൻ മത്സരിച്ചാൽ വട്ടിയൂർക്കാവിൽ സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കിയ കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ട് ഒരു വർഷം മുമ്പ് മുരളീധരനോട് ഉറപ്പ് നൽകിയില്ല, നിങ്ങളാണ് ഇവിടെ മത്സരിക്കാൻ പോകുന്നത്, ധൈര്യമായി ഇരിക്കൂ എന്നുള്ളത്? ഇപ്പോൾ K സുധാകരൻ കണ്ണൂർ സീറ്റിന് വേണ്ടി പിടിവലി കൂട്ടുന്നു എന്ന് പറയുന്നു. അവർ ആദ്യമേ തന്നെ പറയണമായിരുന്നു നിങ്ങൾക്ക് സീറ്റില്ല കേട്ടോ. ഒരു 6 മാസം മുമ്പ് തന്നെ ACC പറയണമായിരുന്നു നിങ്ങൾ ആവശ്യമില്ലാത്ത പിടിവലിക്ക് വരരുത്, MP-മാരും മത്സരിക്കേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ K സുധാകരനെ പോലെ ഒരാളെ ധർമ്മടം മണ്ഡലത്തിലെങ്കിലും മത്സരിപ്പിക്കണം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ധർമ്മടത്തിൽ K സുധാകരൻ മത്സരിച്ചാൽ ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ നരേറ്റീവ് എന്തുമാത്രം വലുതായിരിക്കും. ജയമോ പരാജയമോ അത് രണ്ടാമത്തെ ഭാഗം. പ്രത്യേകിച്ച് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ ജയസാധ്യത കുറവാണെങ്കിൽ പോലും K സുധാകരനെ പോലെ അവരുടെ കൂടി MP അവിടെ മത്സരരംഗത്തിലാകുമ്പോൾ നിങ്ങളുടെ ശക്തരായ നിങ്ങളുടെ നേതാവിനെയും ഇത് പരാജയപ്പെടുത്താൻ ഞങ്ങൾ ശക്തനായ ഒരാളെ നിർത്തിയിരിക്കുന്നു എന്നൊരു നരേറ്റീവ് അവിടെ കൊടുക്കാൻ സാധിക്കും. ഇപ്പം നോക്കൂ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് സണ്ണി ജോസഫിന്റെ പേരാവൂർ മണ്ഡലം. KPCC അധ്യക്ഷനെ പരാജയപ്പെടുത്തുക എന്നത് CPM-ന്റെ പ്രഖ്യാപിത ലക്ഷ്യമാണ് എന്ന നരേറ്റീവിൽ അവിടെ KK ശൈലജയെ മത്സരരംഗത്തേക്ക് ഇറക്കുകയാണ്. അതിൽ 2 വശങ്ങൾ വേണമെങ്കിൽ പറയാം. ഒന്നുകിൽ ഇതൊരു പോരാട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ ഒതുക്കാൻ വേണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിനു മുമ്പ് പേരാവൂരിൽ സണ്ണി ജോസഫ് ഈ KK ശൈലജയെ പരാജയപ്പെടുത്തിയ രാഷ്ട്രീയ ചരിത്രം നമുക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും ശൈലജയെ അങ്ങോട്ടേക്ക് മത്സരരംഗത്തേക്ക് ഇറക്കുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ 35 വർഷക്കാലത്തെ K ബാബുവിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ 30 വർഷവും K ബാബു MLA ആയിരുന്ന തൃപ്പൂണിത്തുറ. ബാർക്കോഴ അഴിമതി ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ M സ്വരാജിനെ പോലെ ഒരു യുവ തുർക്കിയെ ഇറക്കി CPM ഒരിക്കൽ പിടിച്ചെടുത്ത മണ്ഡലം. എന്നാൽ 5 വർഷങ്ങൾ കൊണ്ട് സ്വരാജ് ഉണ്ടാക്കിയെടുത്ത നല്ല പേര് കൊണ്ട് വീണ്ടും പരാജയപ്പെട്ട മണ്ഡലം. അയ്യപ്പനെയൊക്കെ കെട്ടിക്കാൻ നടന്നതാണ്, അങ്ങനെ പരാജയപ്പെട്ടു. K ബാബു തിരിച്ചെത്തി. K ബാബു രാഷ്ട്രീയ മര്യാദ കാട്ടിക്കൊണ്ട് തൻ്റെ പ്രായപരിധിയും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് സ്വയമേ ആരോഗ്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കി സ്വയമേ ഞാൻ ഇനി സ്ഥാനാർത്ഥിയാകാനില്ല എന്ന് K ബാബു രാഷ്ട്രീയ മര്യാദ കാട്ടിയ ഒരു ആളുടെയും പേര് നിർദ്ദേശിക്കുക കൂടി ചെയ്യാതെ നേതൃത്വത്തെ ഒരു വിധത്തിലും കുഴയ്ക്കാതെ K ബാബുവിനെ പോലെ രാഷ്ട്രീയക്കാർ 2 കൈ ഓടിച്ച് നമ്മൾ സ്വീകരിക്കണം, മാലയിട്ട് സ്വീകരിക്കണം എന്നാണ് ഞാൻ പറയാം. അദ്ദേഹം തൻ്റെ പിന്തുടർച്ച അവകാശിയായിട്ട് ആരുടെയും പേര് പറഞ്ഞില്ലല്ലോ, പാർട്ടി തീരുമാനിക്കട്ടെ എന്നാണ്. CPM അവിടെ വൈപ്പിൻ MLA ആയ KN ഉണ്ണികൃഷ്ണനെ മത്സരരംഗത്തേക്ക് ഇറക്കും. CPM-ന് വ്യക്തമായ ധാരണയുണ്ട്. വൈപ്പിൻ മണ്ഡലത്തിൽ 5 വർഷക്കാലങ്ങളിൽ KN ഉണ്ണികൃഷ്ണൻ ചെയ്ത വികസന പ്രവർത്തനങ്ങളും എറണാകുളം ജില്ലയിൽ KN ഉണ്ണികൃഷ്ണനെ പോലൊരു സൗമ്യ മുഖത്തിൽ നിൽക്കുന്ന ഒരാൾ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായ ഒരാരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട്
പെണ്ണ് കേസിൽ UDF ആകെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ CPM-ൽ നിന്നൊരാളെ ഇതിലേക്ക് വലിച്ചിഴക്കണമെന്ന ചില ആളുകളുടെ ആഗ്രഹം KN ഉണ്ണികൃഷ്ണനെതിരെ ഒരു ചെറിയ ആരോപണമായി ഉയർത്തിയെങ്കിലും അദ്ദേഹം സ്നേഹിക്കുന്ന, അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന വൈപ്പിൻകര അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതുകൊണ്ടും അദ്ദേഹത്തിന് വിശ്വാസമുള്ളതും അദ്ദേഹത്തിന്റെ കുടുംബവും അദ്ദേഹത്തിന്റെ സഖാക്കന്മാരും അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചതുകൊണ്ടും നാട്ടുകാരും ചേർത്ത് പിടിച്ചതുകൊണ്ടും ആ ആരോപണങ്ങൾ ഒന്നുമില്ലാതെ ആയി പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അപ്പോൾ വൈപ്പിൻ MLA വീണ്ടും വൈപ്പിനിൽ മത്സരിച്ചാൽ 100 തവണയും വിജയിക്കാൻ സാധ്യതയുണ്ടായിട്ടും CPM പറഞ്ഞത് തൃപ്പൂണിത്തുറയിൽ മത്സരിക്കാനാണ്. അതിൽ ചില പ്രത്യേക രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്. CPM-ൽ എം സ്വരാജ് MLA ആയിരിക്കുന്ന സമയത്ത്, തൃപ്പൂണിത്തുറ MLA ആയിരിക്കുന്ന സമയത്ത് ഹൈന്ദവ വിശ്വാസികളുടെ മനസ്സിൽ വല്ലാതെ മുറിവേൽപ്പിച്ച നേതാവാണ് എം സ്വരാജ്. പ്രത്യേകിച്ച് തൃപ്പൂണിത്തുറ എന്ന് പറയുമ്പോൾ അവിടെ ഒരു സ്പിരിച്വൽ ലാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശൻ എന്ന് പറയുന്ന ഒരു ക്ഷേത്രവും അതിൻ്റെ വിശ്വാസങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈഴവ സമുദായത്തിനും നായർ സമുദായത്തിനും ക്രൈസ്തവ സമുദായത്തിനും ഒക്കെ ഒരുപോലെ പ്രാതിനിധ്യമുണ്ട് മണ്ഡലം. അവിടെ ഒരു മതേതര മുഖത്തിനും അപ്പുറത്ത് വിശ്വാസങ്ങളെ ചേർത്ത് പിടിക്കാൻ കഴിയുന്ന ഒരു മുഖം വേണമെന്ന CPM-ന്റെ കൃത്യമായ കണക്കൂട്ടലാണ് KN ഉണ്ണികൃഷ്ണന്റെ ഈ പറയപ്പെടുന്ന തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിത്വം. കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പറായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്ന കൃത്യമായ കണക്കൂട്ടൽ എറണാകുളം DCC-ക്കുണ്ട്. എറണാകുളം DC-ക്കുണ്ട്. അതൊക്കെ തന്നെയാണ് KN ഉണ്ണികൃഷ്ണന്റെ അവിടുത്തെ സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചില സർജിക്കൽ സ്ട്രൈക്കുകൾ CPM-ന്റെ ഭാഗത്ത് നിന്ന് ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്. തലശ്ശേരിയിൽ ഷംസീറിനെ മാറ്റി നിർത്തിക്കൊണ്ട് കാരായി രാജനെ മത്സരിക്കുമ്പോൾ തലശ്ശേരി എന്തായാലും CPM കോട്ടയാണ്. പക്ഷേ അവിടെ ഒരു നന്ദി പ്രകടനം കൂടി ബാക്കിയാകും. P സരിൻ എന്ന് പറയുന്ന ഇപ്പോൾ LDF-ലേക്ക് കടത്തി ചെന്നിട്ടുള്ള ആളുടെ പേര് സ്ഥാനാർത്ഥി ലിസ്റ്റിലില്ല എന്ന് വിചാരിച്ച സരിനെ അങ്ങ് ട്രോളി വിടാൻ വേണ്ട. പാലക്കാട് ഇതുവരെ സ്ഥാനാർത്ഥിയെ കണ്ടെത്തിയിട്ടില്ല. ഒരുപക്ഷെ സരിൻ മറ്റൊരു മികച്ച ഒരാൾ വന്നില്ലെങ്കിൽ സരിന് തന്നെ ആ ടിക്കറ്റ് വീഴും എന്ന കാര്യത്തിൽ സംശയവുമില്ല. അപ്പോൾ ഇത്തരത്തിൽ അറിഞ്ഞും അറിയാതെയുമുള്ള ഒരുപാട് സർജിക്കൽ സ്ട്രൈക്കുകൾ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട്. നമ്മൾ മനസ്സിലാക്കണം. അവരെ ട്രോളി വിട്ടിട്ട് കാര്യമില്ല. ആ ഉത്തമമായ ബോധ്യം, വെറും ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം 100 സീറ്റുകൾ നേടാമെന്ന ടീം UDF-ന്റെ കണക്കുകൂട്ടലുകൾ വെറും പാഴായി പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാം. അവിടെ തർക്കങ്ങളില്ലല്ലോ. അവിടെ ഇടതുപക്ഷത്തിൽ തർക്കങ്ങളൊന്നുമേ ഇല്ലാതെ അവർ സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തീകരിച്ചിരിക്കുന്നു. അവർ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ മാക്സിമം സീറ്റുകൾ പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പിണറായി വിജയൻ അല്ലല്ലോ 140 മണ്ഡലങ്ങളിലും മത്സരിക്കുന്നത്. അപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് കണക്കൂട്ടപ്പെടും. ഇതെല്ലാം കൂടെ കൂട്ടി വരുമ്പോൾ മാത്രമാണ് പിണറായി വിജയൻ ശക്തനായി വരുന്നത്. ഇത് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടമാണ് തോന്നുന്നത്. നോക്കൂ, രമ്യ ഹരിദാസിനെയൊക്കെ കൊണ്ടുവന്ന് തിരുവനന്തപുരം ജില്ലയിൽ മത്സരിപ്പിക്കണം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ ആവശ്യമെന്ന ചോദ്യം തിരിച്ചു ചോദിക്കണ്ടേ? രമ്യ ഹരിദാസിന് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല സീറ്റായ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ സീറ്റ് കൊടുത്തു. ആലത്തൂരിലെ ജനങ്ങൾ ഒരു UDF സർക്കാർ വരണമെന്ന, ഇന്ത്യ മുന്നണി സഖ്യം വരണമെന്ന വലിയ ആഗ്രഹത്തിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് അവരുടെ നിലവിലുള്ള സിറ്റിംഗ് MPയെ പരാജയപ്പെടുത്തിക്കൊണ്ട് രമ്യ ഹരിദാസിനെ 2 കൈ നീട്ടി സ്വീകരിച്ചത്. 5 വർഷക്കാലങ്ങൾ അവരുടെ പ്രവർത്തനം മോശമായതുകൊണ്ട് തന്നെയാണ് അവർക്ക് 5 വർഷങ്ങൾക്കപ്പുറം പരാജയപ്പെടേണ്ടി വന്നത്. പാർട്ടിക്കുള്ളിൽ തന്നെ അതൃപ്തിയുണ്ട്. പാട്ടും പാടിയുള്ള സീറ്റും കളഞ്ഞ നേതാവ് എന്നുള്ളൊരു പേര് UDF-ന് അനുകൂലമായ തരംഗമുള്ളപ്പോഴാണ് കെ രാധാകൃഷ്ണൻ ചെറിയ ആളല്ല, ശക്തനായ ആളാണ് എങ്കിൽ പോലും അവിടെ വലിയ പരാജയം നേരിടേണ്ടി വരുന്നു. പിന്നീട് കെ രാധാകൃഷ്ണൻ ഒഴിഞ്ഞ മണ്ഡലത്തിലേക്ക് ഇവരെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചില്ലേ? പരാജയമായിരുന്നില്ലേ ഫലം? അവരുടെ ലോക്സഭാ മണ്ഡലത്തിൽ തന്നെ ഒരു മണ്ഡലത്തിൽ പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ സീറ്റില്ലെങ്കിൽ മത്സരിപ്പിക്കേണ്ടെന്നേ. നിങ്ങൾക്ക് രാഹുൽ ഗാന്ധി ഒന്നും അല്ലല്ലോ. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി അങ്ങനെയാണെങ്കിൽ പാർട്ടിക്ക് വേണ്ടി നടക്കുന്ന എത്രയോ മഹിളകൾ മറ്റുണ്ട്, പലയിടങ്ങളിലും ചൂണ്ടിക്കാണിക്കാനുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടും പരാജയപ്പെട്ട ഒരാളെ കൊണ്ടുവന്ന് തിരുവനന്തപുരം പോലെ ഒരു ജില്ലയിൽ, ചിറയൻകീഴ് പോലെ ഒരു മണ്ഡലത്തിൽ കൊണ്ടുവന്ന് മത്സരിപ്പിക്കണമെന്ന് പറയുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ SC/ST കമ്മ്യൂണിറ്റിയിൽ നിന്ന് മറ്റ് സ്ഥാനാർത്ഥികളില്ലേ എന്ന ചോദ്യം അവിടെ പ്രസക്തമാവുകയാണ്. അടൂരിൽ കേൾക്കുന്നു, ചിറയൻകീഴ് കേൾക്കുന്നു. എന്തേ പാലക്കാടൻ മേഖലയിൽ നിങ്ങൾക്ക് സീറ്റില്ലെങ്കിൽ നിങ്ങൾ മത്സരിപ്പിക്കേണ്ട? സീറ്റ് കൊടുത്തില്ലെങ്കിൽ, രമ്യ ഹരിദാസിന് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ഇവിടെ എന്താ വേറെ എന്തെങ്കിലും സംഭവിച്ചു പോകും? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മറ്റിടങ്ങളിലുമുണ്ട്. നോക്കൂ, എറണാകുളത്തെ DCC പ്രസിഡന്റ് കരുത്തനായ DCC പ്രസിഡന്റാണ് മുഹമ്മദ് ഷിയാസിന് മത്സരിക്കാൻ സീറ്റില്ല എന്നാണ് കേൾക്കുന്നത്. നോക്കൂ, തൃക്കാക്കരയിൽ ഷിയാസ് മത്സരിച്ചാൽ പറ്റില്ലേ? PT തോമസിന്റെ ഭാര്യ ആയതുകൊണ്ട് ഉമാ തോമസിന് ഒരു തവണ അവസരം കൊടുത്തു. ആ കൊടുത്ത അത്രയും കാലവും അവരൊരു പൂർണ്ണ വലിയ വിജയമെന്നൊന്നും പറയാൻ പറ്റില്ല. എറണാകുളം പോലൊരു മെട്രോ നഗരത്തിന്റെ ടൗണിന്റെ പ്രധാന മേഖല കൈകാടുന്ന തൃക്കാക്കര നിയമസഭാ മണ്ഡലത്തിൽ ഷിയാസിനെ പോലെ കരുത്തനായ ഒരാളാണ് വരുന്നത്. അവിടെ ആരെ നിർത്തിയാലും ജയിക്കും, UDF ജയിക്കും. അത് മറ്റൊരു കാര്യം. അവിടെ ഷിയാസിനെ പോലെ ഒരു സ്ഥാനാർത്ഥി വരേണ്ടതുണ്ട്. അവിടെ ഷിയാസിന്റെ മതം ഇസ്ലാം മതമായതുകൊണ്ട് മാറ്റി നിർത്തേണ്ടുന്ന ആളൊന്നുമല്ല ഷിയാസ്. അപ്പോൾ അത്തരത്തിൽ സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ടീം UDF-ന്റെ 100 സീറ്റൊന്നും നേടി അധികാരത്തിലേക്ക് UDF വരുമെന്ന് ആരും വിചാരിക്കേണ്ട എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യമാണ്. നിങ്ങൾ LDF-ന്റെ മറ്റേ കാരായി രാജനെ കണ്ടിട്ടോ
ഇവരെ കണ്ടിട്ടോ ഒന്നും നിങ്ങൾ പുച്ഛിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരാരാജൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്യും, അതിനകത്ത് തർക്കമൊന്നുമില്ല, അതിനകത്ത് ഒരു തർക്കവും വേണ്ട. പല മണ്ഡലങ്ങളും UDF പെർഫോം ചെയ്യാൻ പറ്റുന്ന പല മണ്ഡലങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അതെ, ഈ 42-ൽ നിന്ന് 100-ലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വലുതാണ്. അതിന് കൃത്യമായ പ്ലാനിങ് വേണം. ഇവർക്ക് കൊല്ലം ജില്ലയിൽ മാത്രമാണ്, ഞാൻ കൃത്യമായി മനസ്സിലാക്കുന്നു, കൊല്ലം ജില്ലയിൽ മാത്രമാണ് തർക്കങ്ങളില്ലാതെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് പോകാൻ സാധിക്കുന്ന ഒരു മണ്ഡലം. അവിടെ പുനലൂർ മാത്രം ഇവിടെ പ്രതിസന്ധി നിൽക്കുന്നുണ്ട്. പത്തനാപുരത്ത് ജ്യോതികുമാർ ചാമക്കാല, കൊട്ടാരക്കരയിൽ ഇതൊക്കെ വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളാണ്. കൊട്ടാരക്കരയിൽ ഐഷ പോറ്റി, ചവറയിൽ ഷിബു ബേബി ജോൺ, കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂർ, ഇവരൊക്കെ RSPയാണ്. വിഷ്ണുമോഹൻ എവിടെ, ഇരവിപുരത്ത് വിഷ്ണുമോഹൻ നൌഷാദിനെതിരെ, കൊല്ലം ടൗണിൽ ബിന്ദു കൃഷ്ണ, കുണ്ട്രയിൽ PC വിശ്വനാഥ്, കരുനാഗപ്പള്ളിയിൽ ഈ പറയപ്പെടുന്ന നമ്മുടെ CR മഹേഷ്, ചടയമംഗലത്ത് ഇപ്പോഴും സീറ്റ് നിർണയിച്ചിട്ടില്ല, അവിടെ INTUC സംസ്ഥാന അധ്യക്ഷൻ ചന്ദ്രശേഖരൻ ചേട്ടൻ്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട്, അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കണം. ഇത്രയും പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവാണ്. അവിടെയാണ് ഒരു 8 മണ്ഡലങ്ങളിലെങ്കിലും തർക്കമില്ലാതെ ഇപ്പോഴും എടുത്തു പറഞ്ഞ സ്ഥാനാർത്ഥികൾക്ക് പ്രചരണം ആരംഭിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇത് UDF അവസാന നിമിഷം കലം കൊണ്ടുടയ്ക്കുന്ന അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാറുക തന്നെ വേണം.